സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് 2025 ആലപ്പുഴ ജില്ലയിലെ കൊല്ലകടവിലുള്ള CMS LP സ്കൂളിലാണ് ഈ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമ്മൾക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഗൈസ്, ഇവിടെ കനത്ത പോളിംഗ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഒരുപാട് ആളുകൾ ഇപ്പോൾ ഉണ്ട്. നല്ല പോളിംഗ് ആണെന്ന് തോന്നുന്നു. വോട്ട് ചെയ്യാനായിട്ട് ആളുകളൊക്കെ വന്നിരിക്കുകയാണ്. എന്താ പേരെന്തുവാ മോനെ? നൈഷാൻ. ഇവരെല്ലാം വോട്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ 2 റിപ്പോർട്ടർമാരെ കാണാം. റിപ്പോർട്ടർമാരാണല്ലേ? ഏത് ചാനലിലാ? ന്യൂസ് ചാനൽ. ഇവരൊക്കെ സ്ഥാനാർത്ഥികളാണ്. 2 പോളിംഗ് ബൂത്ത് ഒക്കെ ഉണ്ട് കേട്ടോ. പോളിംഗ് ബൂത്ത് 1. ഇവിടെ പോലീസൊക്കെ നിപ്പുണ്ട്. നമുക്ക് ഇതിനകത്തെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. ഇതാണ് പോളിംഗ് ബൂത്ത്. പ്രിസൈഡിംഗ് ഓഫീസറൊക്കെ ഉണ്ട് കേട്ടോ. സാറിന്റെ പേരെന്തുവാ? മുഹമ്മദ് റിസ്വാൻ. ഇവിടെ പോളിംഗ് ഓഫീസർമാരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്ന പോലെ തന്നെയാണിത്. നമ്മുടെ പഴയ ബാലറ്റ് സമ്പ്രദായമാണ് കേട്ടോ. മിഷനല്ല. അപ്പോൾ ഗൈസ്, വോട്ടിംഗ് കഴിഞ്ഞ് ബാലറ്റ് ബോക്സ് സീൽ ചെയ്യുകയാണ്. ഇനി ഇത് വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. 2 പോലീസുകാരുടെ അകമ്പടിയോട് കൂടിയാണ് ബാലറ്റ് ബോക്സ്
കൊണ്ടുപോകുന്നത്. അപ്പൊ ഗൈസ് ഇലക്ഷന്റെ വോട്ടെണ്ണൽ കഴിഞ്ഞു, ഇനി ഫലപ്രഖ്യാപനമാണ്. നമ്മുടെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ ആയിരുന്നു. എല്ലാവരും വോട്ട് ചെയ്തു. റിസൾട്ട് അറിയണ്ടേ? സ്കൂൾ പാർലമെന്റാ മെയിൻ ആയിട്ടുള്ളത്. സ്കൂൾ ലീഡർ, ബാക്കി നമുക്ക് മന്ത്രിമാർ ഇല്ലേ അസംബ്ലിയില്, അതുപോലെ ഹെൽത്ത് മിനിസ്റ്റർ ഉണ്ട്, അഗ്രികൾച്ചർ മിനിസ്റ്റർ ഉണ്ട്, സ്പോർട്സ് മിനിസ്റ്റർ ഉണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട്. അപ്പൊ സ്കൂൾ പാർലമെന്റ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇന്ന് നമുക്ക് 89 കുട്ടികളാ പ്രസന്റ് ആയിരുന്നത്. അതില് 89 പേര് വോട്ട് ചെയ്തതിൽ ഒരു വോട്ട് മാത്രമേ അസാധുവായി പോയുള്ളൂ. ബാക്കി 80 വോട്ടാ ആകെ ഉണ്ടായിരുന്നത്. 80 വോട്ടില് 33 വോട്ട് നേടി നമ്മുടെ ഹസ്ന ഫാത്തിമ 1ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. ഹസ്ന ഫാത്തിമ സ്കൂൾ ലീഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ബാക്കി 4 പേർക്കും ഓരോ മന്ത്രിസ്ഥാനമുണ്ട്. അത് നമ്മളിവിടെ നറുക്കിട്ട് എടുക്കുന്നതായിരിക്കും. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഷഹബാസ്. മന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഹർഷിദ്. ആരോഗ്യമന്ത്രി ബഹ്റൈൻ. കലാ കായിക മന്ത്രി, സാംസ്കാരിക മന്ത്രി ഹാറൂൺ. നമ്മുടെ പാർലമെന്റ് ഇലക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. റിസൾട്ടും പ്രഖ്യാപിച്ചു. സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് ഹസ്ന ഫാത്തിമ, ബാക്കിയുള്ളവര് ഓരോ മന്ത്രിമാരായിട്ടും സ്ഥാനമേറ്റു. ഇനി നാളെ നമുക്ക് സത്യപ്രതിജ്ഞ, നാളെയല്ല തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ഇവര് ഓരോരുത്തരുടെയും സ്ഥാനം, മന്ത്രിസ്ഥാനം ഏൽക്കുന്നതായിരിക്കും. ഓക്കെ. നമ്മുടെ ഇലക്ഷനെ സഹായിച്ച നമ്മുടെ PTA പ്രസിഡന്റ്, MPTA പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എല്ലാവരോടുമുള്ള സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വീഡിയോ എടുത്ത് നമ്മെ സഹായിച്ച കൊല്ലയുടെ ബോക്സിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് നമ്മുടെ ടീച്ചേഴ്സാണ്. ടീച്ചേഴ്സ്, കുട്ടികള് എല്ലാവരോടുമുള്ള നന്ദിയെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അപ്പൊ ഗൈസ്, ഈ സ്കൂൾ തിരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ച ടീച്ചേഴ്സ് നമ്മളൊപ്പം ഉണ്ട്. നമുക്കൊന്ന് പരിചയപ്പെടാം. ടീച്ചറുടെ പേരെന്താ? ശ്രീലക്ഷ്മി, അനു വർഗീസ്, വിജി, ഐഡ. ടീച്ചറിന്റെ പേര് ജെസ്സി മാത്യു. അതെ. ടീച്ചറെ, സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഈ സ്കൂളിൽ ആദ്യമായിട്ടാണോ നടത്തുന്നത്? അതെ. ഇതെന്താണ് ഇങ്ങനെ നടത്താനുള്ള കാരണം? നമ്മുടെ പൊതു തെരഞ്ഞെടുപ്പ് പോലെ നടത്താനുള്ള കാരണം എന്താണ്? ഒരു ജനാധിപത്യ രാജ്യത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. അപ്പോൾ ജനാധിപത്യത്തെ യഥാർത്ഥത്തിൽ മുന്നോട്ട് നയിക്കുന്നത് ഇലക്ഷനും വോട്ടിങ്ങുമാണ്. അപ്പം കുട്ടികൾക്ക് ഈ വോട്ടിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്
ഇലക്ഷൻ്റെ അതേ സമ്പ്രദായത്തിൽ തന്നെയാണ് നമ്മൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം തിരഞ്ഞെടുപ്പ് എന്തിന്, വോട്ട് ചെയ്യുന്നത് എങ്ങനെ, ഇലക്ഷൻ പ്രചാരണത്തിൻ്റെ പ്രാധാന്യം, ഇവയെല്ലാം ഉൾക്കൊള്ളുന്നതിനും കുട്ടികളെ പരിചയപ്പെടുത്തുന്നതിനും ഇതിലൂടെ സാധിച്ചു. അതുപോലെ ഉത്തമ ഇന്ത്യൻ പൗരന്മാരായിട്ട് ഇവരെ പാകപ്പെടുത്തിയെടുക്കാനാണ് ഈ ഇലക്ഷൻ ഞങ്ങളിവിടെ സംഘടിപ്പിച്ചത്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്തൊരു നല്ല വീഡിയോയുമായി കാണാം. ബൈ.